വിജയമായുള്ള ഒരു സൗഹൃദത്തെ സംബന്ധിച്ചാണ് ആ ചർച്ച ഇപ്പോഴും തുടരുന്നത്. കഴിഞ്ഞ ദിവസം തൃഷ തന്നെ ലവ് ഈസ് ലൗഡർ എന്ന് ഒരു പ്രഖ്യാപനം ഇൻസ്റ്റയിൽ കുറിച്ചിരുന്നു. അതോടുകൂടി കൂടുതൽ ആ വിഷയം ചർച്ചയാവുകയാണ്. ഏതായാലും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ തൃഷ ഒരു ഇളം നീല കളർ സാരി ഉടുത്തതും സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒക്കെ എത്തിയതും ഒക്കെ വലിയ തോതിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു പുതിയ ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നത് തൃഷ നടി ഐശ്വര്യ റായെ അനുകരിക്കുകയായിരുന്നു എന്ന് ചിലരൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. ഐശ്വര്യ റായുടെ അതേ തരത്തിലുള്ള വസ്ത്രങ്ങളാണ് തൃഷ ധരിച്ചത് എന്ന ഒരു, അല്ലെങ്കിൽ ഐശ്വര്യ ഉപയോഗിച്ചിരുന്ന അതേ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഐശ്വര്യ റായെ കോപ്പിയടിക്കുകയാണ് തൃഷ ചെയ്തത് എന്ന് ഉള്ള തരത്തിലുള്ള ചർച്ചകൾ തമിഴ്നാട്ടിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരെയും താരതമ്യം ചെയ്യുന്നത് ഇപ്പോൾ ആ പഴയ മണിരത്നം ചിത്രത്തിലെ കാര്യം ഓർത്തുകൊണ്ടാണ്. പൊന്നിയിൻ സെൽവൻ ഒരു റെഫറൻസായ ആരാധകർ ഉയർത്തി കാണിക്കുന്നു. അവിടെ നന്ദിനിയെ കുന്തവൈ കോപ്പിയടിക്കുന്നു എന്നാണ് ആരാധകർ പറയുന്നത്. അപ്പോൾ ചിത്രത്തിൽ ഐശ്വര്യ റായ് നന്ദിനിയായി വന്നത് നമ്മൾ കണ്ടു. ഒപ്പം തൃഷ കൃഷ്ണ അവിടെ കുന്തവയായി വേഷമിടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള ഒരു ബലാബലം നടക്കുന്നുണ്ട്. സ്വാഭാവികമായും അത് യഥാർത്ഥ ജീവിതത്തിലും ഉണ്ടാകുന്നു എന്നതാണ് വരുന്നത്. അതേസമയം ഈ മോഹൻലാൽ പ്രകാശ് രാജ് ചിത്രം ഇരുവരിലെ ഐശ്വര്യ റായിയാണ് തൃഷ കോപ്പിയടിച്ചത് എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. അപ്പോൾ അവിടെ ഈ ചിത്രത്തിൻ്റെ ചർച്ച വലിയ തോതിൽ മുറുകുകയാണ്. നേരത്തെ MGRൻ്റെ ജീവിതകഥയിൽ ഇരുവർക്ക് സാമ്യമുണ്ട്. അവിടെ ഇതുപോലെ സമാനമായ ഐശ്വര്യ റായ് ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെയും അത് കോപ്പിയടിക്കുകയാണ് എന്ന് പറയുന്നവർ ഉണ്ട്. ഏതായാലും ആ തൃഷ എന്തുകൊണ്ട് അങ്ങനെ കോപ്പിയടിച്ചു എന്ന ഒരു ചർച്ച വലിയ തോതിലാകുമ്പോൾ അത് ഓർമ്മപ്പെടുത്തുന്നത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ്. 2018 അടൽ ബിഹാരി വാജ്പേയി സ്വർഗസ്ഥരാകുന്നത്. 2018 ഓഗസ്റ്റ് 16 അദ്ദേഹം മരിക്കുന്നത്. സ്വാഭാവികമായും അടൽ ബിഹാരി വാജ്പേയിയെ സ്നേഹിച്ച എല്ലാവർക്കും അതൊരു വലിയ ദുഃഖവാർത്തയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ദിവസങ്ങൾക്ക് ശേഷം ഐശ്വര്യ റായ് ചില ചിത്രങ്ങൾ പങ്കുവച്ചു. അത് ഇൻസ്റ്റാഗ്രാമിലാണ് പങ്കുവച്ചത്. അപ്പോൾ 2000 അന്ന് ഐശ്വര്യ റായ് അടൽ ബിഹാരി വാജ്പേയിയെ കാണാൻ പോയപ്പോൾ ധരിച്ച അതേ സാരി തന്നെയാണ് തൃഷ ഇപ്പോൾ ഈ പരിപാടിയിൽ ധരിച്ചത് എന്നാണ് ആരാധകരുടെയും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു ചർച്ച. അപ്പോൾ 2000 പ്രധാനമന്ത്രി ആയ അടൽ ബിഹാരി വാജ്പേയിയെ കാണാൻ ഐശ്വര്യ റായ് ബച്ചൻ എത്തുന്നത്. അന്ന് നിരവധി ചിത്രങ്ങൾ അവർ പകർത്തിയിരുന്നു. നടി ശ്രീദേവിയെ നമുക്ക് ആ ചിത്രങ്ങളിൽ കാണാം. ശ്രീദേവിക്കൊപ്പമാണ് ഐശ്വര്യ റായ് അന്ന് അടൽ ബിഹാരി വാജ്പേയിയെ കണ്ടത്.